ഹലോ, എല്ലാവർക്കും വീണ്ടും ക്ലീവ്ലൻഡിലെ ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഇത് ബിന്ദു ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ മഴയാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരുവിധം നല്ല കാലാവസ്ഥയാണെന്ന് തോന്നിയോണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി പൂക്കളൊക്കെ കാണുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണല്ലോ രാവിലെ. അപ്പോൾ മഴ ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഉണ്ടാവും എന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു മോള് വന്നിട്ടുണ്ട്, അപ്പോൾ അവളുടെ പട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് രാവിലെ നടക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവൾ രാവിലെ എഴുന്നേക്കില്ല മിക്ക ദിവസവും. അത് കഴിഞ്ഞിട്ട് അവൾ വെക്കേഷന് പോവുകയാണ് മെയിനിൽ. അപ്പോൾ ഈ പട്ടിയെ ഒരാഴ്ച നമ്മുടെ ഒപ്പം നിർത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവളുടെ പേര് ഹേസൽ എന്നാണ്. 8 മാസമുള്ളൊരു പപ്പിയാണ്. ഗ്രേറ്റ് പൈറനീസ് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ഇത്. അതുകൊണ്ട് ഒരുവിധം വലിയ പട്ടിയാണ്. ഓൾറെഡി തന്നെ കുറച്ച് നല്ല ബിഗ് ആയിട്ടുള്ളൊരു ഡോഗാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ 2 മൈൽ നടന്നിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞ് അവളിവിടെ സ്വസ്ഥമായിട്ട് കിടക്കുകയാണ്. ആ കിടക്കുന്ന നേരത്ത് ഞാൻ ആക്ച്വലി പോയി മേലൊക്കെ ഒന്ന് കഴുകി വന്നു. അത് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ആ നേരം കൊണ്ട് അവളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സ്വസ്ഥമായിട്ടിങ്ങനെ കിടക്കുകയാണ്, കളിച്ചുകൊണ്ട് ഒരു ബോളൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് കക്കത്തോരനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കക്കയെല്ലാം ക്ലീൻ ചെയ്ത് കുക്കറിൽ ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചപ്പോഴാണ് ഇവിടെ ഒരു വഴക്ക് നടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പൂച്ചകളാണുള്ളത്, ട്രബിളും പീപ്പറും. അപ്പോൾ അവർക്ക് പട്ടിയായിട്ടൊന്നും അങ്ങനെ ഇവിടെ നമുക്ക് പട്ടികളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പട്ടിയായിട്ടൊന്നും അവർക്ക് പെരുമാറി ശീലമില്ല. അപ്പോൾ ഇവൾ കളിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പം അത് ഭയങ്കരമായിട്ട് മുറുമുറുക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് കയറി ചെല്ലുന്നത്. അവൾ ഉപദ്രവിക്കത്തൊന്നുമില്ല, പക്ഷേ കണ്ടോ, അവൾക്ക് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അവൻ്റെ അടുത്തുനിന്ന് 2-3 അടി കിട്ടിയിട്ടും അവൾ ഒരു നാണം ഇല്ലാണ്ട് വീണ്ടും കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കണ്ടോ അടിക്കുന്നത്. അപ്പോൾ അത് കണ്ടൊരു രസം തോന്നിയത് കൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് അവളോട് ഇറങ്ങിപ്പോരാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഹേസൽ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങിപ്പോരുമായിരുന്നു ഉണ്ടായത്. അത് കഴിഞ്ഞ് അവളിങ്ങനെ താഴെ വന്നു കഴിഞ്ഞപ്പം ട്രബിൾ പിന്നെ എവിടെയെങ്കിലും ഇരിക്കും. ആദ്യത്തെ ദിവസം വന്നപ്പം ട്രബിൾ ആക്ച്വലി അടുത്തുപോലും വരത്തില്ലായിരുന്നു. ഇപ്പം കുറച്ചുകൂടെയൊക്കെ വാമപ്പായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കക്കത്തോരൻ വെക്കാനായിട്ട് കടന്നത്. ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ കക്കയിറച്ചി കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമ്മൾ കുക്കറിൽ 4 വിസിൽ കൊടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഇത് വെളുത്തുള്ളിയാണ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു അര സവാളയുണ്ട്. ഇവിടെ വലിയ സവാളയാണ്, അതുകൊണ്ടാണ്. ഒരു പിടി തേങ്ങ, 2-3 പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. സവാള ഒരുവിധം മീഡിയം സൈസ് ആണെങ്കിൽ 1 എടുക്കാം. അപ്പം നമ്മളിവിടെ ഇത് ഞാൻ മിക്സി ഒന്നും എടുക്കാനുള്ള മടിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എല്ലാം കൂടെ കൈയിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിലൊരു പാത്രം വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. വേണമെങ്കിൽ ഉപ്പിടാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടാലും മതി, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ സവാള ആകുന്നതുകൊണ്ട് ഇതിപ്പം ഉപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. കുറച്ചല്ലേ ഉള്ളൂ. ഇതൊരു 1/4 കിലോ അല്ലെങ്കിൽ 300 ഗ്രാമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കക്കയിറച്ചി എന്ന് പറയുന്നത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ടാണ് ഇട്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ കല്ല് വെച്ചൊന്ന് ഒതുക്കുകയാണെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഒത്തിരി അങ്ങ് അരഞ്ഞു പോരുതേ. അപ്പോൾ ഇതെല്ലാം കൂടെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൈ കൊണ്ട് കൂട്ടി തിരുമ്മിയെടുത്തിരിക്കുന്നത്. ആ തിരുമ്മിയെടുത്തത് വഴന്ന് വന്ന സവാളയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് പച്ചമണം മാറിയെടുക്കണം. അതായി കഴിയുമ്പോൾ പിന്നെ നമുക്കിതിനകത്ത് മെയിനായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഇട്ടായിരുന്നു കേട്ടോ. ഞാനതങ്ങ് എന്തോ വീഡിയോ എടുക്കാൻ മറന്നു പോയതാന്ന് തോന്നുന്നു, അതോ വീഡിയോ ഓണായില്ലെന്ന് തോന്നുന്നു. ആ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ ഇട്ടപ്പം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് കൂട്ടി നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഞാനൊന്ന് വേവിച്ചു. അതിന് ശേഷമാണ് ഇത് തുറന്നിട്ട് വീണ്ടും ഇളക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഈ സമയത്ത് ഒരുവിധം പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒരു മൊരിയുന്ന മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒതുക്കി അടച്ച്, ഇതിനകത്ത് വെള്ളമൊന്നും വേണ്ട, തീ കുറച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടിക്കൊന്നും പിടിക്കരുത്, കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പം വേവിച്ചെടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുക്കറിൽ വെച്ച് ഓൾറെഡി വേവിച്ചതാണ്. എന്നാലും ഈ മസാലയ്ക്കകത്ത് കിടന്നൊരു മൊത്തത്തിലൊരു എല്ലാം കൂടെ ഒന്ന് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാത്രം അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മളൊരു 5 മുതൽ 7 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് എല്ലാം യോജിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടപ്പ് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഇപ്പോൾ ഞാനൊന്ന് കക്കയെടുത്ത് ഒന്നും കൂടെ ഒന്ന് കടിച്ചു നോക്കി, നമ്മൾ കുക്കറിൽ വെച്ചതാണെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടോ എല്ലാം ഒന്ന് നോക്കി രുചിയൊക്കെ നോക്കിയതിന് ശേഷം ഇപ്പം നമ്മുടെ കക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. എന്നാലും ഇതിന് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഒരു അര നാരങ്ങയുടെ നീരാണ് കേട്ടോ. അത് നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് പോലും വേണ്ട, 2-3 മിനിറ്റ് ഒന്ന് ഈ തീയിൽ തന്നെ ഇട്ട് റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള കക്കത്തോരൻ റെഡിയാവും. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടച്ചു വെച്ച് തുറന്ന് കഴിയുമ്പോൾ ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തോർന്ന് നല്ല ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കക്ക ഉണ്ടാക്കുന്ന നേരത്തെ നേരം ഒരു 11:45 മണിയായിട്ടുണ്ട്. ആ സമയമായപ്പോഴത്തേനും ഭയങ്കര ഇടിയൊക്കെ കൊടുക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് പുറത്തെ വെതർ. കാറ്റൊക്കെ നന്നായിട്ട് വീശുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് ക്യാമറയെല്ലാം എടുത്ത് കൊണ്ടുവന്ന് റെഡിയാക്കിയപ്പോഴത്തേക്കും മഴ വീണ് തുടങ്ങി. നിങ്ങൾക്ക് കാണാം ആ ലേക്കിനകത്ത് തുള്ളി തുള്ളിയായിട്ട് മഴ വീഴുന്നത്. അപ്പം അപ്പോഴത്തേനും ഉച്ചയായപ്പോഴത്തേനും മഴ തുടങ്ങി വീണ്ടും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള കക്കത്തോരൻ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലൊരു നല്ല വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.